എന്തായാലും ഈ പ്രധാനമന്ത്രി വരവോടുകൂടി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ ആവേശത്തിൽ തന്നെയാണ് എൻ.ഡി.എ ക്യാമ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ കേന്ദ്ര നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്ന ദിവസങ്ങളാണ് ഇനി. വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10 ദിവസം. നാരീശക്തി സംഗമത്തിന്റെ ഉദ്ഘാടനത്തിനായി BJP ദേശീയ നിർവാഹക സമിതി അംഗമായ പ്രമുഖ താരം ഖുശ്ബു സുന്ദർ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നുമുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ നാളെ തലസ്ഥാനത്ത് എത്തും. വിവരങ്ങളുമായി ശാലിനിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ശാലിനി, ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അവസാന ലാപ്പിലേക്ക് അടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രധാനമന്ത്രിക്ക് പിന്നാലെ ദേശീയ നേതാക്കളുടെ വരവാണ് ഇനി. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇനി 10 ദിവസം മാത്രമാണ് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. അറിയും തലയും ഉറക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലാണ് തലസ്ഥാനം അടക്കം സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളുമുള്ളത്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം കൂട്ടാൻ ഇന്നലെ പ്രധാനമന്ത്രി കൂടി എത്തിയതോടുകൂടി എൻ.ഡി.എ ക്യാമ്പ് കുറച്ചുകൂടി ആവേശത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള ആവേശം സംസ്ഥാനത്തിന്റെ എല്ലാ നിയോജക മണ്ഡലത്തിലേക്കും എത്തുകയാണ്. കൂടുതൽ കേന്ദ്ര നേതാക്കന്മാർ, ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ അടക്കമുള്ളവർ കേരളത്തിലേക്ക് എത്തുകയാണ്. അതിന്റെ ഒരു തുടക്കം ഒരു പക്ഷേ തലസ്ഥാന ജില്ലയിൽ നിന്നായിരിക്കും അടുത്ത ഘട്ടം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ന് തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിൽ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ PK കൃഷ്ണദാസ്, BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിനായി വോട്ട് അഭ്യർത്ഥിക്കാനായി ഖുശ്ബു BJP ദേശീയ അംഗം കൂടിയാണ്, ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയാണ് ഖുശ്ബു സുന്ദർ ഇന്ന് തലസ്ഥാനത്ത് എത്തുന്നുണ്ട്. കൂടാതെ തന്നെ നെയ്യാറ്റിൻകരയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള NDVയുടെ MD കൂടിയായിട്ടുള്ള ചെങ്കൽ രാജശേഖരൻ നായർക്കും വോട്ട് അഭ്യർത്ഥിക്കാനായി കൺവെൻഷനിൽ പങ്കെടുക്കാനും ഖുശ്ബു ഇന്ന് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലും എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു സ്റ്റാർ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര നേതാക്കന്മാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തലസ്ഥാനത്തേക്ക് വരും ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 2 ദിവസത്തിനുള്ളിൽ, അതായത് മറ്റന്നാൾ ഇവിടെ തലസ്ഥാനത്ത് പാറശാല നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വരുന്നുണ്ട്. കൂടാതെ തന്നെ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള യുവരാജ് ഗോകുലിനായി വോട്ട് അഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തിന്റെ റോഡ് ഷോ കൂടി ഈ മണ്ഡലത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അടക്കമുള്ളവരും തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. നിരവധി കേന്ദ്ര നേതാക്കന്മാർക്കൊപ്പം തന്നെ സ്റ്റാർ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ അടക്കമുള്ളവരും കേരളത്തിൽ നിലവിൽ ഉണ്ട്. ഒപ്പം തന്നെ കൂടുതൽ കേന്ദ്ര നേതാക്കന്മാർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു ത്രികോണ മത്സരം നടക്കുന്ന ഏകദേശം 30-ലധികം വരുന്ന സീറ്റുകൾ, ആ സീറ്റുകളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ NDAക്ക് കഴിയുന്നുണ്ട്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ തന്നെ അത്രയധികം ആവേശം BJPയുടെ ക്യാമ്പുകളിൽ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ദേശീയ നേതാക്കളുടെ ഒരു ഒഴുക്കാണ് വരും ദിവസങ്ങളിൽ ഇനിയും കേരളത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും BJPക്കായി എത്തും. രാഹുൽ ഇന്ന് പ്രചരണത്തിനായി പ്രധാനമന്ത്രി വന്നപ്പോൾ കണ്ട ആ ഒരു പ്രചാരണത്തിലുണ്ടായ ആ ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ ഒരു വലിയൊരു ഊർജം കണ്ടിട്ട് വിരൽ പിടിച്ചിരിക്കുകയാണ്. ഇന്ന് എങ്ങനെയെങ്കിലും എത്തും രാഹുൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് പ്രചരണ രംഗം കൊഴുക്കുകയാണ്. ദേശീയ നേതാക്കൾ, 2 പാർട്ടികളുടെയും ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം ഇടതുപക്ഷത്തിന് അവരുടേതായ നേതാക്കളുടെ പ്രചരണ രംഗത്ത് വളരെ സജീവമായിട്ട് PV അംഗങ്ങൾ മുന്നണികൾ വളരെ സജീവമാണ് വോട്ടുറപ്പിക്കുന്ന കാര്യത്തിൽ എന്നുള്ളതാണ്.